ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ്. 23-ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 26-ാമത്തെ ക്വസ്റ്റ്യൻ വരെ. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്കാണ്. ഏതെങ്കിലും 3 അറ്റൻഡ് ചെയ്താൽ മതി. 23-ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് കൺകറന്റ് ഫോഴ്സസ്? സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് അറ്റ് എ കോമൺ പോയിന്റ്. ഇതാണ് കൺകറന്റ് ഫോഴ്സസിൻ്റെ ഡെഫിനിഷൻ. സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് അറ്റ് എ കോമൺ പോയിന്റ്. കൺകറന്റ് ഫോഴ്സസിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫോഴ്സിൻ്റെയും വെക്റ്റർ സം ഈക്വൽ ടു 0 ആയിരിക്കും. ഇഫ് ദർ ആർ 3 ഫോഴ്സസ്, വെക്റ്റർ F1, വെക്റ്റർ F2 ആൻഡ് വെക്റ്റർ F3 at equilibrium, വെക്റ്റർ F1 പ്ലസ് വെക്റ്റർ F2 പ്ലസ് വെക്റ്റർ F3 is equal to 0. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. 23B, a mass of 6 kg is suspended by a rope of length 2 meter from the ceiling. A force of 50 Newton in the horizontal direction is applied at the midpoint P of the rope as shown. What is the angle the rope makes with the vertical in equilibrium? Take G equal to 10 meter per second square. Neglect the mass of the rope. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്ന പിക്ചർ. ഇവിടെ സ്ട്രിങ്ങിന്റെ മുകളിലുള്ള ടെൻഷനാണ് T1. ഈ സ്ട്രിങ് വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ, ഈ തീറ്റ എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്ട്രിങ്ങിന്റെ എൻഡിൽ 60 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ബോഡി ഹാങ് ചെയ്തിട്ടുണ്ട്. അറ്റ് പ്രസന്റ് നമ്മുടെ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. ഇവിടെ നമുക്ക് അറിയാം T1 സ്ട്രിങ്ങിന്റെ മുകളിലുള്ള ടെൻഷനാണ്. ഈ ടെൻഷന്, ഇത് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, വെക്ടറാണ്. അതിനെനിക്ക് 2 കമ്പോണന്റുകളാക്കിയിട്ട്, 2 പെർപെൻഡിക്കുലർ കമ്പോണന്റുകളാക്കിയിട്ട് സോൾവ് ചെയ്യാം. ഇതാണ് T1ന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഇതാണ് T1ന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്. വെർട്ടിക്കൽ കമ്പോണന്റുമായിട്ട് T1 മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് T1 കോസ് തീറ്റ ആയിരിക്കും. ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ മാഗ്നിറ്റ്യൂഡ് അപ്പോൾ T1 സൈൻ തീറ്റ ആയിരിക്കും. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് T1 കോസ് തീറ്റ ഈ 60 ന്യൂട്ടൺ ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നു. T1 സൈൻ തീറ്റ ഈ 50 ന്യൂട്ടൺ ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? T1 സൈൻ തീറ്റ ഈക്വൽസ് 50 ന്യൂട്ടൺ. അതേപോലെ T1 കോസ് തീറ്റ ഈക്വൽസ് 60 ന്യൂട്ടൺ. ഇനി ഈ ഇക്വേഷൻ ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? T1 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ T1 കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 60 എന്ന് കിട്ടും. T1 T1 ക്യാൻസൽ ആവും. പിന്നെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എത്രയാണ്? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 50 ബൈ 60 എന്ന് പറഞ്ഞാൽ 5/6. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 5/6. അതിൻ്റെ വാല്യൂ 40 ഡിഗ്രി എന്ന് കിട്ടും. അതായത് സ്ട്രിങ് വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 40 ഡിഗ്രി. 23C, what will be the angle made by the rope with the vertical if its length is doubled? Answer 40 degree. അതായത് ലെങ്ത് ഡബിൾ ആയതുകൊണ്ട് ആംഗിളിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. നമ്മളിവിടെ ഒരു സ്കെയില് കൺസിഡർ ചെയ്യുന്നു, 1 മീറ്റർ സ്കെയില്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ സ്കെയില് ബാലൻസ് ചെയ്യുന്നത് അതിന്റെ സെന്ററിലാണ്, അല്ലെങ്കിൽ 50 സെന്റിമീറ്ററിലാണ്. ആ പോയിന്റ് ഞാൻ C എന്ന് മാർക്ക് ചെയ്യുന്നു. അതാണ് സ്കെയിലിന്റെ സെന്റർ ഓഫ് മാസ്, അല്ലെങ്കിൽ C എന്ന ഈ പോയിന്റിലാണ് സ്കെയിലിന്റെ കംപ്ലീറ്റ് മാസും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റിൽ സ്കെയിൽ ബാലൻസ് ആയിട്ട് നിൽക്കും. ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഈ സ്കെയിലിന്റെ
12 സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്ത പോയിന്റ്, അത് ഞാൻ പി എന്ന് പേരെടുക്കുന്നു. ആ ഫിഗർ ഞാൻ ഇവിടെ വേറെ വരച്ചിട്ടുണ്ട്. 12 സെന്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്ത പോയിന്റിൽ 2 5 ഗ്രാം വീതമുള്ള കോയിൻസ് വെച്ചു. അത് ടോട്ടൽ 10 ഗ്രാം മാസ് വെച്ചു. ഇവിടെ 12 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്, പി എന്ന പോയിന്റ്. അപ്പോൾ ഇവിടുന്ന് താഴോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. എത്രയാണ് ആ ഫോഴ്സ്? സ്മോൾ ലെറ്റർ എം ഇൻറ്റു ജി ആണ്. എന്താണ് സ്മോൾ ലെറ്റർ എം? ആ 2 കോയിന്റെയും മാസ് ആണ്. അപ്പോൾ സ്മോൾ ലെറ്റർ എം ഇൻറ്റു ജി എന്താണ്? ആ 2 കോയിന്റെയും വെയിറ്റ് ആണ്. ഇനി എന്താ സംഭവിക്കുക? ഈ സ്കെയിൽ ഇങ്ങോട്ടേക്ക് താഴും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ സ്കെയിലിനെ വീണ്ടും ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സ്കെയിൽ പിന്നെ വീണ്ടും ബാലൻസ് ആവുന്നത് ഏത് പോയിന്റിലാണ്? 50 സെന്റിമീറ്ററിലല്ല, പകരം 45 സെന്റിമീറ്ററിലാണ്. അതായത് സി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ്. ഈ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്കെയില് ബാലൻസ് ആവുന്നത് സി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലാണ്, 45 സെന്റിമീറ്ററിലാണ്. 12 സെന്റിമീറ്ററിൽ എം ജി എന്ന സ്മോൾ ലെറ്റർ എം ഇൻറ്റു ജി എന്ന വെയിറ്റ് ആക്ട് ചെയ്യുന്നു. എന്താണ് സ്മോൾ ലെറ്റർ എം? കോയിൻസിന്റെ മാസ്. എന്താണ് സ്മോൾ ലെറ്റർ എം ഇൻറ്റു ജി? കോയിൻസിന്റെ വെയിറ്റ്. 50 സെന്റിമീറ്ററിന്റെ പ്രത്യേകത എന്താ? സി എന്ന പോയിന്റ്, അത് നമ്മുടെ സ്കെയിലിന്റെ സെന്റർ ഓഫ് മാസ് ആണ്. അവിടെയാണ് സ്കെയിലിന്റെ കംപ്ലീറ്റ് മാസും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? ക്യാപിറ്റൽ എം ഇൻറ്റു ജി. അതായത് അവിടെ ക്യാപിറ്റൽ എം സ്കെയിലിന്റെ മാസ് ആണ്, ക്യാപിറ്റൽ എം ഇൻറ്റു ജി സ്കെയിലിന്റെ വെയിറ്റ് ആണ്. സി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ സ്കെയിൽ ബാലൻസ് ആവണമെങ്കിൽ ഇവിടെ സ്കെയില് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. സ്കെയിൽ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ അത് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് ഒബേ ചെയ്യുന്നു. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് പ്രകാരം ഒരു സ്കെയിൽ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? എം ജി ഇൻറ്റു ഈ ഫോഴ്സ് ഇൻറ്റു പി സി പ്രൈം ഈക്വൽസ് ക്യാപിറ്റൽ എം ജി ഇൻറ്റു സി സി പ്രൈം. ഇതാണ് സി പ്രൈം എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ സ്കെയില് ബാലൻസ് ആവാനുള്ള കണ്ടീഷൻ. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് ഇത് നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിൽ പഠിക്കുന്നതാണ്. എന്താണ് ബാലൻസ് ആവേണ്ട കണ്ടീഷൻ? എം ജി ഇൻറ്റു പി സി പ്രൈം ഈക്വൽസ് ക്യാപിറ്റൽ എം ജി ഇൻറ്റു സി സി പ്രൈം. എന്താണ് സ്മോൾ ലെറ്റർ എം? കോയിൻസിന്റെ മാസ് ആണ്. എന്താണ് ക്യാപിറ്റൽ എം? സ്കെയിലിന്റെ മാസ് ആണ്. അത് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്? സി എന്ന് പറയുന്ന പോയിന്റിൽ. സ്മോൾ ലെറ്റർ എം കോയിൻ എവിടെ വെച്ചിട്ടുള്ളത്? പി എന്ന് പറയുന്ന പോയിന്റിൽ. എവിടെയാണ് സ്കെയിൽ ബാലൻസ് ആവുന്നത്? സി പ്രൈമിൽ. ഇനി നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എം ഒരു കോയിന്റെ മാസ് 5 ഗ്രാം ആണ്. ഇപ്പോൾ 2 കോയിൻസിന്റെ മാസ് 5 + 5 10 ഗ്രാം. 10 ഇൻറ്റു ജി, നമ്മളിവിടെ ഗ്രാമിൽ തന്നെ കൊടുത്താൽ മതി. 10 ഇൻറ്റു ജി ഇൻറ്റു പി സി പ്രൈം. പി സി പ്രൈം, പിയിൽ നിന്ന് സി പ്രൈമിലേക്കുള്ള ഡിസ്റ്റൻസ് 45 - 12 33 ഈക്വൽസ് ക്യാപിറ്റൽ എം ഇൻറ്റു ജി ഇൻറ്റു സി സി പ്രൈം 50 - 45 5. അപ്പോൾ ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ജി രണ്ട് സൈഡിലും ക്യാൻസൽ ആയി പോയി. 10 ഇൻറ്റു 33 330 ഈക്വൽസ് എം ഇൻറ്റു 5. അപ്പോൾ എം എത്രയാണ്? 330/5 ഈക്വൽസ് 66 ഗ്രാം. ഇതാണ് സ്കെയിലിന്റെ മാസ്. Okay. We have to derive a relation between torque and angular momentum. ടോർക്കും ആംഗുലാർ മൊമെന്റും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. നമുക്കറിയാം ആംഗുലാർ മൊമെന്റം വെക്റ്റർ എൽ ഈക്വൽസ് വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ പി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതായത് എൽ എച്ച് എസും ആർ എച്ച് എസും ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? d/dt ഓഫ് വെക്റ്റർ എൽ ഈക്വൽസ് d/dt ഓഫ് വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ പി. ഇനി d/dt ഓഫ് ആർ ക്രോസ് പി നമുക്ക് എങ്ങനെ എഴുതാം? ശ്രദ്ധിക്കുക. d/dt ഓഫ് ആർ ക്രോസ് പി ഈസ് ഈക്വൽ ടു ആർ ക്രോസ് d/dt ഓഫ് പി പ്ലസ് d/dt ഓഫ് ആർ ക്രോസ് പി.
d by dt of r cross p is equal to r cross d by dt of p plus d by dt of r cross p. That is equal to vector r cross. What is d by dt of p? p momentum ആണ്. അപ്പോൾ d by dt of p rate of change of momentum. ഇവിടെ സെക്കൻഡ് ലോയിൽ പഠിക്കുന്നുണ്ട് rate of change of momentum ഫോഴ്സ് ആണ്. അപ്പോൾ വെക്ടർ r cross വെക്ടർ f plus what is d by dt of vector r? Rate of change of position vector velocity ആണ്. Vector v cross what is vector p? p momentum ആണ്. Momentum is equal to mass into velocity. അപ്പോൾ വെക്ടർ ടേമിൽ എഴുതുമ്പോൾ m into vector v. This is equal to what is r cross f? r cross f torque ആണ്. Vector torque plus വെക്ടർ v ക്രോസ് m into വെക്ടർ v. m സ്കെയിലർ ആണ്. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് ആർക്ക് ഇടയിലാണ്? വിക്കും വിക്കും ഇടയിലാണ്. വെക്ടർ v ക്രോസ് വെക്ടർ v എന്താണ്? വെക്ടർ v ക്രോസ് വെക്ടർ v is equal to magnitude of vector v into magnitude of vector v into sin theta. തീറ്റ എന്ന് പറഞ്ഞാൽ വെക്ടർ വിക്കും വെക്ടർ വിക്കും കൂടെയുള്ള ആംഗിൾ. രണ്ടും ഒരേ വെക്ടറാണ്, സെയിം വെക്ടറാണ്. അവർക്കിടയിലുള്ള ആംഗിൾ 0 ആണ്. സൈൻ 0 is equal to 0 ആണ്. ചുരുക്കി പറഞ്ഞാൽ വെക്ടർ വി ക്രോസ് വെക്ടർ വി 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ ടേം 0 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? d by dt of vector l is equal to tau. That is torque is rate of change of angular momentum. ഇതാണ് ടോർക്കും ആംഗുലർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ. ഒരു നാരോ ട്യൂബിലൂടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലിക്വിഡ് മുകളിലോട്ടേക്ക് ഉയരുന്നതിനെയാണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. ട്യൂബിലൂടെ ലിക്വിഡ് എത്ര ഹൈറ്റ് മുകളിലോട്ടേക്ക് ഉയരുന്നു എന്നതുള്ളതിൻ്റെ ഇക്വേഷനാണ് നമുക്കിവിടെ ഡിറൈവ് ചെയ്യേണ്ടത്. ഇവിടെ ഞാനൊരു ബീക്കർ കൺസിഡർ ചെയ്യുന്നു. ഈ ബീക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഞാൻ നാരോ ട്യൂബ് ഡിപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ ട്യൂബ് കുറച്ച് വലുതാക്കിയിട്ടാണ് കാണിക്കുന്നത്. ട്യൂബിൻ്റെ റേഡിയസ് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ലിക്വിഡ് മുകളിലോട്ടേക്ക് ഉയരും, ലിക്വിഡിൻ്റെ ഹൈറ്റ് കൂടും. അതുകൊണ്ട് നാരോ ട്യൂബാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷേ നമ്മളിവിടെ ഇക്വേഷൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വ്യക്തമാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ട്യൂബ് കുറച്ച് വലുതാക്കി വരച്ചത്. അപ്പം ട്യൂബിലൂടെ ലിക്വിഡ് മുകളിലോട്ടേക്ക് ഉയർന്നു. ഇത്ര വരെ ലിക്വിഡ് മുകളിലോട്ടേക്ക് ഉയർന്നു. അതായത് h ഹൈറ്റ് ട്യൂബിലൂടെ ലിക്വിഡ് മുകളിലോട്ടേക്ക് ഉയർന്നു. ശ്രദ്ധിക്കുക, ട്യൂബിന്റെ അകത്തുള്ള ലിക്വിഡിന്റെ മെനിസ്കസിന്റെ ഷേപ്പ് കോൺകേവ് ആണ്. അല്ലെങ്കിൽ ട്യൂബിന്റെ അകത്ത് ലിക്വിഡിന് കോൺകേവ് മെനിസ്കസ് ആണുള്ളത്. നേരെ മറിച്ച് ട്യൂബിന്റെ പുറത്ത് ബീക്കറിലുള്ള ലിക്വിഡ് മെനിസ്കസിന്റെ ഷേപ്പ് പ്ലെയിൻ മെനിസ്കസ് ആണ്. ഇവിടെ ഞാൻ 3 പോയിന്റുകൾ കൺസിഡർ ചെയ്യുന്നു. ഏതൊക്കെയാണ്? പോയിന്റ് എ, അത് ബീക്കറിന്റെ അകത്ത് പ്ലെയിൻ മെനിസ്കസിന് തൊട്ട് താഴെയാണ്. പോയിന്റ് ബി, എന്റെ അതേ ലെവലിൽ ട്യൂബിന്റെ അകത്ത്. അതേപോലെ പോയിന്റ് സി, ട്യൂബിന്റെ അകത്ത് കോൺകേവ് മെനിസ്കസിന്റെ തൊട്ട് താഴെ. ഇങ്ങനെ 3 പോയിന്റുകൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു. പോയിന്റ് എ പ്ലെയിൻ മെനിസ്കസിന്റെ തൊട്ട് താഴെ ആയതുകൊണ്ട് പോയിന്റ് എയിലെ പ്രഷർ അത് ഞാൻ പി എ എന്ന് എടുക്കുന്നു. ഈ പ്ലെയിൻ മെനിസ്കസിന്റെ പുറത്ത് അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഇവിടെ എയുടെ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു ഞാൻ എന്തെടുക്കുന്നു? PATM. That means atmosphere pressure എന്ന് എടുക്കുന്നു. എയിൽ അതേ പ്രഷർ തന്നെയായിരിക്കും ബിയിലും. എന്തുകൊണ്ടാണ്? എയും ബിയും ഒരേ ഹൊറിസോണ്ടൽ ലെവലിലാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് എഴുതാം? പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. കാരണം എ ആൻഡ് ബി ആർ അറ്റ് സെയിം ലെവൽ, സെയിം ഹൊറിസോണ്ടൽ ലെവൽ. Therefore പ്രഷർ അറ്റ് ബിയും എന്ത് തന്നെയാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ്. പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താ കാരണം?
എ എന്ന് പറയുന്ന പോയിന്റ് പ്ലെയിൻ മെനിസ്കസിന് തൊട്ട് താഴെയുള്ളത്, പ്ലെയിൻ മെനിസ്കസിന് മുകളിലുള്ള പ്രഷറും എയിലെ പ്രഷറും സെയിം ആയിരിക്കും. പ്ലെയിൻ മെനിസ്കസിന് മുകളിലുള്ള പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. എയും ബിയും ഒരേ ലെവലിലായതുകൊണ്ട് ബിയിലെ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെ ആയിരിക്കും. ഇനി സി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുക. സി എന്ന് പറയുന്ന പോയിന്റ് കോൺകേവ് മെനിസ്കസിന്റെ തൊട്ട് താഴെയുള്ളൂ. ആ സി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ, അത് പ്രഷർ അറ്റ് സി, ഞാൻ പി സി എന്നെടുക്കുന്നു. സി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ കോൺകേവ് മെനിസ്കസിന് താഴെ ആയതുകൊണ്ട് അതിനെ കോൺകേവ് മെനിസ്കസിന്റെ മുകളിലുള്ള പ്രഷറിനേക്കാൾ 2s/r കുറവായിരിക്കും സിയിലെ പ്രഷർ. സിക്ക് മുകളിൽ ആരാണ്? അറ്റ്മോസ്ഫിയർ ആണ്. കോൺകേവ് മെനിസ്കസിന് മുകളിൽ ആരാണ്? അറ്റ്മോസ്ഫിയർ ആണ്. ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും 2s/r കുറവായിരിക്കും സിയിലെ പ്രഷർ. അതായത് പി സി ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ മൈനസ് 2s/r. ഇവിടെ എന്താണ് എസ്? ലിക്വിഡിന്റെ സർഫസ് ടെൻഷനാണ്. എന്താണ് ആറ്? ഈ ലിക്വിഡ് മെനിസ്കസ് അത് ഏത് സ്ഫിയറിന്റെ ഭാഗമാണോ? ഇതൊരു ഇമാജിനറി സ്ഫിയർ ആണ്. ഞാൻ പറഞ്ഞു ലിക്വിഡ് മെനിസ്കസിന്റെ ഷേപ്പ് കോൺകേവ് ഷേപ്പ് ആണ്. കോൺകേവ് ഷേപ്പ് ഒരു സ്ഫിയറിന്റെ ഭാഗമാണ്. ആ സ്ഫിയറിന്റെ റേഡിയസ് ആണ് ആര്? സ്മോൾ ലെറ്റർ ആർ. അപ്പൊ പ്രഷർ അറ്റ് സി, സിയിലെ പ്രഷർ കോൺകേവ്, സി എന്ന് പറയുന്ന പോയിന്റ് കോൺകേവ് മെനിസ്കസിന് തൊട്ട് താഴെ ആയതുകൊണ്ട് സിയിലെ പ്രഷർ അതിന് മുകളിലുള്ള പ്രഷറിനേക്കാൾ 2s/r കുറവായിരിക്കും. ദാറ്റ് ഈസ് പ്രഷർ അറ്റ് സി ഈക്വൽസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് 2s/r. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. സി എന്ന് പറയുന്ന പോയിന്റ് ബിയിൽ നിന്നും എച്ച് ഹൈറ്റ് ഉയരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സിയിലെ പ്രഷറിനേക്കാൾ എച്ച് റോ ജി പ്രഷർ കൂടുതലായിരിക്കും ബിയിലെ പ്രഷർ, അല്ലെങ്കിൽ ബിയിലെ പ്രഷറിനേക്കാൾ എച്ച് റോ ജി പ്രഷർ കുറവായിരിക്കും സിയിലെ പ്രഷർ. ശ്രദ്ധിക്കുക, പ്രഷർ അറ്റ് സി ഈസ് ഈക്വൽ ടു, എനിക്ക് എന്ത് എഴുതാം? പ്രഷർ അറ്റ് ബി മൈനസ് എച്ച് റോ ജി. സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എച്ച് ഡെപ്ത് താഴെയാണ് ബി ഉള്ളത്. അപ്പൊ സിയിലെ പ്രഷറിനേക്കാൾ എത്ര കൂടുതലാണ് ബിയിലെ പ്രഷർ? എച്ച് റോ ജി കൂടുതലാണ് ബിയിലെ പ്രഷർ. എച്ച് ഡെപ്ത് താഴെയുള്ള എക്സസ് പ്രഷർ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ സിയിൽ നിന്നും എച്ച് ഡെപ്ത് താഴെയാണ് ബി ഉള്ളത് കൊണ്ട് സിയിലെ പ്രഷറിനേക്കാൾ എച്ച് റോ ജി പ്രഷർ കൂടുതലായിരിക്കും ബിയിലെ പ്രഷർ. അപ്പോ എനിക്ക് എന്ത് എഴുതാം? സിയിലെ പ്രഷർ ബിയിലെ പ്രഷറിനേക്കാൾ എച്ച് റോ ജി കുറവാണ്. പ്രഷർ അറ്റ് സി ഈക്വൽസ് പ്രഷർ അറ്റ് ബി മൈനസ് എച്ച് റോ ജി. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് പ്രഷർ അറ്റ് ബി എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? പ്രഷർ അറ്റ് സി ഈക്വൽസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് എച്ച് റോ ജി. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ കമ്പയർ ചെയ്യുക. ഇവിടെ പ്രഷർ അറ്റ് സി ഈക്വൽസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് 2s/r. ഇവിടെ പ്രഷർ അറ്റ് സി ഈക്വൽസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് എച്ച് റോ ജി. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് റോ ജിയുടെ സ്ഥാനത്താണ് ആര് വരുന്നത്? 2s/r വരുന്നത്. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? ഫ്രം ദീസ് ടു ഇക്വേഷൻസ് ഐ ക്യാൻ റൈറ്റ് എച്ച് റോ ജി ഈക്വൽസ് 2s/r. Therefore എച്ച് എന്താണ്? എച്ച് ലിക്വിഡിനുണ്ടായ റൈസ്. എച്ച് ഹൈറ്റ് ഉയരത്തിലേക്കാണ് ലിക്വിഡ് ഉയർന്നത്. അപ്പൊ എച്ച് ഈസ് ഈക്വൽ എനിക്ക് എന്ത് കിട്ടുന്നു? 2s/r റോ ജി എന്ന് കിട്ടുന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ ഇക്വേഷൻ ഉള്ളത് ആരുടെയൊക്കെ ടേമിലാണ്? ലിക്വിഡിന്റെ സർഫസ് ടെൻഷന്റെയും അതേപോലെ ലിക്വിഡ് മെനിസ്കസിന്റെ റേഡിയസ് ആറിന്റെയും എന്താണ് റോ? ഈ ലിക്വിഡിന്റെ ഡെൻസിറ്റിയാണ്, ഡെൻസിറ്റിയുടെയും ടേമിലാണ്. എച്ച് ഈക്വൽസ് 2s/r റോ ജിയിൽ ആർ എസ് സർഫസ് ടെൻഷൻ ആണ്. ആർ എന്താണ്? ഈ ലിക്വിഡ് മെനിസ്കസിന്റെ റേഡിയസ് ആണ്. പക്ഷെ നമ്മൾക്ക് എച്ചിന്റെ ഇക്വേഷൻ ആരുടെ ടേമിൽ എഴുതണം? ട്യൂബിന്റെ റേഡിയസിന്റെ ടേമിൽ എഴുതണം. ട്യൂബിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ എ എന്നാണ് ഞാൻ എടുത്തത്. ഈ സ്മോൾ ലെറ്റർ എന്റെ ടേമിലാണ് എനിക്ക് എന്ത് എഴുതേണ്ടത്? എച്ചിന്റെ ഇക്വേഷൻ എഴുതേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഫിഗർ ഒന്ന് നോക്കുക. ഇതാണ് നമ്മുടെ
സ്പെറിക്കൽ ഷേപ്പിലുള്ള കോൺകേവ് മെനിസ്കസ്, അല്ലെങ്കിൽ കോൺകേവ് മെനിസ്കസിന്റെ ഭാഗമായിട്ട് വരുന്ന സ്ഫിയർ ആണിത്. ആ സ്ഫിയറിന്റെ റേഡിയസ് ആണ് ആര്? R. ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് വരക്കുന്നു ട്യൂബിന്റെ അകത്ത്. ആ ടാൻജന്റ് ട്യൂബുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. അത് നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്നാ പറയാം. ഇവിടെ ഞാൻ ഒരു ടാൻജന്റ് വരച്ചു. ആ ടാൻജന്റ് ട്യൂബുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആര്? തീറ്റ. ഇത് ട്യൂബിന്റെ റേഡിയസ് ആണ്. സോറി, ഇത് സ്ഫിയറിന്റെ റേഡിയസ് ആണ്. ഇത് ട്യൂബിന്റെ റേഡിയസ് ആണ്. സ്ഫിയറിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ r, ട്യൂബിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ a. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ആറിനും എക്കും ഇടയിൽ വരുന്ന ഈ ആംഗിളും തീറ്റ തന്നെയായിരിക്കും. നമുക്ക് കിട്ടും. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ട്യൂബ്, ഇത് ട്യൂബിന്റെ റേഡിയസ്. ഇവർക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ബാക്കി വരുന്ന ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കും. അപ്പൊ ഇത് 90 മൈനസ് തീറ്റയാണ്. ഇത് ടാൻജന്റ്, ഇത് റേഡിയസ്. ഇവർ രണ്ടാളും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അപ്പൊ ഇത് 90 മൈനസ് തീറ്റയാണെങ്കിൽ ഇത് തീറ്റ ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ആംഗിൾ തീറ്റ, ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇപ്പൊ എക്കും ആറിനോടുള്ള ഈ ആംഗിളും തീറ്റയാണ്. ഇനി നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ അകത്ത് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? അഡ്ജസ്റ്റഡ് സൈഡ് a ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് r. കോസ് തീറ്റ ഈക്വൽസ് a ബൈ r എന്ന് കിട്ടും. കോസ് തീറ്റ ഈക്വൽസ് a ബൈ r. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ a, കോസ് തീറ്റ ഡിവൈഡഡ് ബൈ a ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ബൈ r ആയിരിക്കും. ഈ a നെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നു. അപ്പോൾ ഡിനോമിനേറ്ററിലേക്ക് പോകും. അപ്പോൾ കോസ് തീറ്റ ബൈ a ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ബൈ r ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ h ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക നോക്കിയേ. h ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? 2s ബൈ r rho g. ഇവിടെ 1 ബൈ r ഉണ്ട്. 2s ഇൻറ്റു 1 ബൈ r. ഈ 1 ബൈ r ന്റെ സ്ഥാനത്ത് നമുക്ക് ആരെ എഴുതാം? കോസ് തീറ്റ ബൈ a എന്ന് എഴുതിയാൽ എനിക്ക് h ഈസ് ഈക്വൽ ടു എന്താ എഴുതാം? 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ a rho g. കോസ് തീറ്റ ബൈ a ഞാൻ ആർക്ക് പകരം എഴുതുന്നു? 1 ബൈ r ന് പകരം എഴുതുന്നു. അപ്പൊ ഇതാണ് ട്യൂബിലൂടെ ഉണ്ടാകുന്ന ലിക്വിഡിന്റെ ഹൈറ്റിന്റെ, ലിക്വിഡിന്റെ റൈസിന്റെ ഇക്വേഷൻ. h ഈക്വൽസ് 2s cos തീറ്റ ബൈ a rho g. s ആ ലിക്വിഡിന്റെ സർഫസ് ടെൻഷൻ, തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്ട്, a ട്യൂബിന്റെ റേഡിയസ്, റോ ലിക്വിഡിന്റെ ഡെൻസിറ്റി, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. Water with a detergent dissolved in it should have dash angle of contact, small or large. ഡിറ്റർജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും. അതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് സ്മോൾ ആയിരിക്കും.